നമുക്കറിയാം ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് രംഗത്ത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന 2 കോച്ചസ് റിയാസ് ഹക്കീം ആൻഡ് ഫറൂഖ് സെൻസായി, ഈ 2 ആൾക്കാരുടെ ഒരു മെഗാ ട്രെയിനിങ് പ്രോഗ്രാം കോഴിക്കോട് വെച്ച് നടക്കുകയാണ് ഡിസംബർ 14-ാം തീയതി. അന്ന് നടക്കുന്ന ആ പ്രോഗ്രാമിന്റെ ബ്രോഷർ റിലീസാണ് ഇന്ന് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. UAE ലെവൽ ആദ്യത്തെ പ്രോഗ്രാമാണിത്. ഇതുപോലെ GCCയിലെ മറ്റ് രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള സെഷൻസ് നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവിടെയുള്ള രാജ്യത്തുള്ള ആൾക്കാരെല്ലാവരും വളരെ പാഷനേറ്റ് ആയിട്ട് പ്രോഗ്രാമിലേക്ക് വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഹ്യൂമാക്സ് എന്തിനാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നത്, അതിന്റെ റെലവൻസ് എന്താണെന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് കേട്ടറിയേണ്ടത് തീർച്ചയായിട്ടും റിയാസ് ഹക്കീമിനെ ഇവിടെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ വെന്യൂവിലേക്ക് എത്താൻ വേണ്ടിയിട്ട് 5 മിനിറ്റ് കൊണ്ട് നടന്നെത്തേണ്ട ദൂരം അരമണിക്കൂർ നടന്നിട്ടാണ് ഈ വെന്യൂവിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്. ഓൺ ദ വേ റിയാസിന്റെ കേൾവിക്കാരായിട്ടുള്ള കാഴ്ചക്കാരായിട്ടുള്ള 100 കണക്കിന് ആൾക്കാർ വഴി മുടക്കി ആളുടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് അവരുടെ അവകാശമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്തെന്നാലും നേരെ പ്രോഗ്രാമിലേക്ക് ജമ്പ് ചെയ്യുകയാണ്. നമ്മളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ധാരാളം പരിമിതികളുണ്ട്. ഇവിടെ അവർ വലിയ പ്രയാസത്തിലും പരിമിതിയിലൊക്കെയാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും അവരെയും കൂടി മാനിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ റിയാസിനോട് ഞാൻ ചോദിക്കാനുള്ള ഒന്നാമത്തെ ഒരു ചോദ്യം, നമുക്കറിയാം രാജ്യത്തിന്റെ പല ഭാഗത്തും ലോകത്തിന്റെ പല ഭാഗത്തും കമ്പനികളും വ്യക്തികളും ട്രെയിനിങ്ങിന് ഭയങ്കരമായിട്ട് എംഫസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് വലിയ രീതിയിൽ ആൾക്കാർ ഗൗരവത്തിൽ എടുത്തിട്ടുണ്ട്. എന്താണ് അത്തരം ട്രെയിനിങ് സെഷൻസിൽ നിന്നും ഹ്യൂമാക്സ് ഡിസംബർ മാസം 14-ന് കോഴിക്കോട് നടത്തുന്ന ഹ്യൂമാക്സ് 24-ന്റെ പ്രത്യേകത? ആ പ്രത്യേകത നമുക്ക് റിയാസിന്റെ തന്നെ ഒന്ന് കേൾക്കണം. അസ്സലാമു നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ ഇൻവിറ്റേഷൻ സ്വീകരിച്ചിവിടെ എത്തിയ എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. ഐ ഡോണ്ട് നോ ഹൗ മച്ച് ഐ ആം ഗ്രേറ്റ്ഫുൾ റൈറ്റ് നൗ. കാരണം ഒരുപാട് ദൂരത്തു നിന്നൊക്കെ 3 മണിക്കും 4 മണിക്കും ഒക്കെ വണ്ടി കയറി വന്ന പലരും ഇവിടെ ഉണ്ട്. ഹ്യൂമാക്സ് എന്ന പ്രോഗ്രാമിന്റെ പ്രത്യേകതയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ആദ്യം ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കോർപ്പറേറ്റ് ട്രെയിനിങ് ചെയ്യാറുണ്ട്. നിങ്ങളൊക്കെ പലരും എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഒരു പബ്ലിക് സെഷൻ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, അല്ലേ? ഞാൻ ദുബായിലും ചെയ്തിട്ടില്ല, നാട്ടിലും ചെയ്തിട്ടില്ല. ചെയ്യാത്തതിന്റെ പുറകിലൊരു കാരണം ഉണ്ടായിരുന്നു. കാരണം വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പാർട്ട്ണർ ട്രെയിനർ ആയിരുന്നു. അന്ന് ഞാൻ ട്രെയിനർ അല്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ ട്രെയിനിങ് പ്രോഗ്രാംസ് വിൽക്കലായിരുന്നു എൻ്റെ ജോലി. അപ്പൊ ഞാനും അദ്ദേഹവും യാത്രയിലൊക്കെ ഇങ്ങനെ പബ്ലിക് സെഷനെ കുറിച്ച് ഇങ്ങനെ ശരിക്കും സംസാരിക്കും, വാദോരാത. അദ്ദേഹം അന്ന് ആയിരക്കണക്കിന് ആൾക്കാരെ സ്റ്റേജിൽ നിർത്തി ഇങ്ങനെ ബഹളമൊക്കെ കൊള്ളിച്ച് പ്രകമ്പനം കൊള്ളിക്കുന്ന ആളായിരുന്നു. നമുക്ക് തന്നെ ഒരു വെൽനസ് ക്ലിനിക് ഉണ്ടായിരുന്നു. അവിടെ ഒരു ഡോക്ടർ ശ്രീകുമാർ ഉണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ ക്ലിനിക്കിൽ പോകുമ്പോൾ ശ്രീകുമാർ പറയും, ഞാൻ ചോദിക്കും, ഡോക്ടർ എങ്ങനെയുണ്ട്, പേഷ്യൻസ് ഒക്കെ ഉണ്ടോ? പറയും, നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പേഷ്യൻസിന് കുറവൊന്നുമില്ല. അതെന്താ ഡോക്ടർ ഇപ്പൊ അങ്ങനെ? അല്ല, നിങ്ങൾ ഈ മോട്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടേ ആൾക്കാരെ സ്റ്റേജിൽ കയറ്റി ഐ ക്യാൻ, യു ക്യാൻ, ഐ വിൽ, യു വിൽ എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കും. എന്നിട്ട് നിങ്ങളങ്ങ് പോവും. ഈ പറഞ്ഞ അവിടെ ഈ കേട്ട ആളില്ലേ, അവരുടെ ജീവിതം എന്താവും നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടാ? അപ്പോ ഞാൻ അങ്ങനെ സൈലന്റ് ആയി. പലരും ചെക്ക് ചെയ്യാറില്ല. പുള്ളി പറഞ്ഞു, നിങ്ങളിങ്ങനെ അനാവശ്യമായും ആവശ്യമായും കൊടുക്കുന്ന അറിവ് ഇവരിത് പകർത്തുന്നുണ്ടോ ഇല്ലയോ എന്നും കൂടെ തിരക്കണ്ടേ. അല്ലാതെ നിങ്ങൾ കൊടുത്തിട്ട് പോയാ ഈ പഹയന്മാര് ഇതെങ്ങനെ എടുത്ത് ഉപയോഗിക്കണോന്ന് അറിയാതെ പകച്ചിരിക്കുന്ന കുറെ ആൾക്കാരുണ്ടേ. അവർ നോക്കുമ്പോൾ ചിലരൊക്കെ രക്ഷപ്പെടുന്നുണ്ട്. അപ്പോഴാണ് ഈ പറയുന്ന എക്സ്പെക്ടേഷണൽ വലിയ ഡാമേജ് ഉണ്ടാവും. കൂടെ ഉള്ളവരൊക്കെ രക്ഷപ്പെടുന്നു, ഞാൻ മാത്രം ആവുന്നില്ല. ഞാനാണെങ്കിൽ വീട്ടിലെ വസ്തുക്കളൊക്കെ പണയം വെച്ച് ട്രെയിനിങ്ങിന് പോകുന്ന പല മലബാറിലെ പല സുഹൃത്തുക്കളുണ്ട്. അപ്പോ ഞാനിത് കേട്ടിട്ട് ഞാൻ തീരുമാനിച്ചു, ഞാനൊരു പബ്ലിക് സെഷൻ എന്തായാലും ചെയ്യില്ല. കാരണം ഇങ്ങനെ നമ്മൾ അക്കൗണ്ടബിൾ അല്ലാത്ത ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുപാട് പേരെ എനർജൈസ് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്തിട്ട് നമ്മളങ്ങ് തിരിച്ചു പോയാൽ നാളെ ഈ ലോകം കഴിഞ്ഞ ഒരു ലോകത്ത് ചെന്ന ഒരു പടച്ചവനെ കാണുമ്പോൾ പുള്ളി ചോദിക്കില്ലേ, നിങ്ങൾ പറഞ്ഞ് നിങ്ങളെ പൈസ മേടിച്ചിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്ന ആൾക്കാരുടെ ജീവിതം എന്തായി എന്ന് നിങ്ങൾ തിരക്കുമോ ചോദിക്കില്ലേ? ആ ചോദ്യത്തിന്റെ മറുപടിയാണ് ഹ്യൂമാക്സ്. ഞങ്ങള് ഒരു ദിവസം മുഴുവൻ ഒരു കൂട്ടം മനുഷ്യരെ ചേർത്ത് പിടിച്ച് മനുഷ്യനാകാനുള്ള ടൂൾസും ടെക്നിക്സും കൊടുത്ത്, ഞാൻ ഈ മനുഷ്യനാകാൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനുഷ്യരല്ലേ എന്നൊരു ചോദ്യമുണ്ട്. നമ്മുടെ ഉള്ളിലെ ഏറ്റവും നല്ല മനുഷ്യന്റെ സാധ്യതകളെ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ കുറച്ച് ടൂൾസ് കൊടുത്തിട്ട് 1 മാസം അവരുടെ പുറകെ നടന്ന് അത് ജീവിതത്തിൽ പകർത്തുന്നോ കച്ചവടത്തിൽ പകർത്തുന്നോ എന്ന് അന്വേഷിക്കാൻ ഒരു കമ്മിറ്റിയെ രൂപീകരിച്ച് ഒരു സിസ്റ്റം അവരുടെ കയ്യിൽ കൊടുത്ത്
അവരുടെ ലൈഫ് ചേഞ്ച് ചെയ്യുമെന്നൊരു ഉറപ്പിലൂടെ ഒരു പ്രോഗ്രാം ചെയ്യാൻ ഞാൻ തയ്യാറായത് ഹ്യൂമൻസ് ഹബ് എന്ന ഒരു പ്ലാറ്റ്ഫോം ഒരു വർഷം മുന്നേ ഉണ്ടാക്കിയായിരുന്നു. അതിനകത്ത് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഇസ്മായിലിനെ പോലെ ഒരുപാട് ചെറുപ്പക്കാരും ഒരുപാട് ബിസിനസ്സുകാരും ഒക്കെ ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അത്തരം ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഒരുപാട് പേരുടെ ലൈഫ് ചേഞ്ച് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ഒരു മാസം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നമ്മൾ നിരന്തരമായി ഇടപെട്ട് അവരുടെ ലൈഫിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ടൂൾസും ടെക്നിക്സും കൊടുത്താൽ ഒരു 80% അയാളുടെ ലൈഫിൽ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഒരു സാധ്യതയെ ആണ് നമ്മൾ ഹ്യൂമാക്സിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്.